ദ ടൈംസ് MG യൂണിവേഴ്സിറ്റിയുടെ ഓൾഡ് സിലബസ് ഇംഗ്ലീഷ് അതിൽ യൂണിറ്റ് 8 ഗുഡ് ആൻഡ് ബാഡ് എലമെന്റ്സ് ജോൺ എംസ്ലയുടെ ലേഖനമാണ്. ഇതിൽ പാർട്ട് 4 ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ പാർട്ടിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. റീഡ് ദ എക്സെർപ്റ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. എന്നിട്ട് ഒരു എക്സെർപ്റ്റ് തരും. എക്സെർപ്റ്റ് മുഴുവൻ ഉണ്ടാവില്ല, അത് മുഴുവനും ടെക്സ്റ്റിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ തുടക്കവും ഒടുക്കവും, ആ പാരഗ്രാഫിൻ്റെ തുടക്കവും ഒടുക്കവും ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അതിങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ബീയിങ് ഓൾമോസ്റ്റ് ഇമ്മ്യൂൺ, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കാണിക്കുകയാണ്. ദെൻ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് എന്നാണ് അതിനെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷിയാണല്ലോ. എന്തിനോടോ പ്രതിരോധശേഷി ഉണ്ട് എന്നത് കൂടാണ്ട് പിന്നെ ഒരുപാട് കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കാര്യമാണ് കെവലർ എന്ന മെറ്റീരിയൽ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ചോദ്യം: വാട്ട് ഹാപ്പൻസ് ടു കെവലർ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്? കെവലർ എന്ന മെറ്റീരിയൽ അത് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന്, അങ്ങനെ ABCD എന്നിങ്ങനെയുള്ള 4 ചോദ്യങ്ങൾ അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ചോദ്യം? വാട്ട് ഹാപ്പൻസ് ടു കെവലർ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്? കെവലർ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കെവലർ ഈസ് ഫയർ റെസിസ്റ്റൻറ്റ്, അതായത് താപപ്രതിരോധ ശേഷിയുള്ളതാണ്, അഗ്നിയെ പ്രതിരോധിക്കും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, അത് ചൂടാക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ, അത് കൂടുതൽ ബലമുള്ളതാകുന്നു, കഠിനമാകുന്നു. അത് തന്നെയാണ് കെവലറിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. ക്വസ്റ്റ്യൻ ബി: ഹൗ ഡസ് കെവലർ ബെനിഫിറ്റ് ഇൻ റേസിംഗ് കാർസ്? ഫോർമുല 1 റേസിംഗ് കാറുകളിൽ കെവലറിന് ഗുണമുണ്ട്, പ്രയോജനമുണ്ട് എന്ന് പറയും. എങ്ങനെയാണ്? ഇൻ റേസിംഗ് കാർസ് കെവലർ ഈസ് യൂസ്ഡ് ടു സ്ട്രെങ്തൻ ദ ഡ്രൈവേഴ്സ് സർവൈവൽ സെറ്റ്. ഫോർമുല 1 കാറുകൾ അതിവേഗത്തിൽ ഓടുന്നവയാണ്. അവിടെ അപകടമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡ്രൈവറുടെ സർവൈവൽ സെല്ല് കരുത്തുള്ളതും ബലമുള്ളതുമാക്കി തീർക്കുവാൻ കെവലർ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡന്റ്, ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ വേഗതയിലുള്ള ആക്സിഡന്റ് ആയിരിക്കില്ല, അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സലന്റ് പ്രൊട്ടക്ഷൻ ടു ദി ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർക്ക് നല്ല ഒന്നാന്തരം സംരക്ഷണം, എക്സലന്റ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരമാണ്, ഒന്നാന്തരം സംരക്ഷണം നൽകുന്നു. മറ്റൊരു ചോദ്യം: വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് കെവലർ? കെവലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് കെവലർ ഈസ് ഫോർ മേക്കിംഗ് ബുള്ളറ്റ് പ്രൂഫ് ബോഡി ആർമർ. ബുള്ളറ്റ് പ്രൂഫ് ബോഡി ആർമർ, അതായത് പടച്ചട്ട, ശരീരത്തിൽ അണിയുന്ന ബുള്ളറ്റ് പ്രൂഫ് പടച്ചട്ടയാണ്. ജാക്കറ്റ്, അതുപോലെ തന്നെ ജാക്കറ്റുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ആൻഡ് ഹെൽമെറ്റുകൾ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ദേ ആർ ലൈറ്റർ ആൻഡ് മോർ ഫിറ്റിംഗ് ദാൻ അതർ ഫോംസ് ഓഫ് പ്രൊട്ടക്ഷൻ. അത് വളരെ ലൈറ്ററാണ്, മറ്റു തരം സംരക്ഷണത്തെക്കാളും കൂടുതൽ അത് ഇണങ്ങുന്നതുമാണ്, ശരീരത്തോട് ഇണങ്ങിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ ഡി: വാട്ട് ഈസ് സോ ഓഡ് അക്കോർഡിംഗ് ടു ദ ഓദർ? ഓഡ് എന്ന് പറഞ്ഞാൽ വിചിത്രം. ലേഖകന്റെ അഭിപ്രായത്തിൽ ഇത്രയ്ക്ക് വിചിത്രമായിട്ടുള്ള കാര്യം എന്താണ്? ഇറ്റ് സീംസ് ഓഡ് ടു ദ ഓദർ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് അഡ്വാൻറ്റേജസ്, ഇങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി കെവലർ ഈസ് നോട്ട് പ്ലേയിങ് എ മേജർ റോൾ ഇൻ അവർ മോഡേൺ ലൈഫ്. നമ്മുടെ ആധുനിക ജീവിതത്തിൽ കെവലർ അത്ര വലിയ റോൾ പ്ലേ ചെയ്യുന്നില്ല എന്ന കാര്യമാണ് അതിശയകരമായി ലേഖകന് തോന്നുന്നത്. പാരഗ്രാഫ് ആൻസേഴ്സിലേക്ക് പോകാം. ആൻസർ ഇൻ അബൌട്ട് 50 വേർഡ്സ്. വിച്ച് ആർ ദ മെയിൻ യൂസസ് ടു വിച്ച് കെവലർ ക്യാൻ ബി പുട്ട്? കെവലർ എന്ന മെറ്റീരിയൽ എന്തെല്ലാം ഉപയോഗങ്ങൾക്കാണ് പ്രധാനമായി നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുന്നത്? ആസ് കെവലർ ഈസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ, കെവലർ സ്റ്റീലിനേക്കാൾ ബലമുള്ളതായതിനാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബുള്ളറ്റ് പ്രൂഫ് കോട്ട്സ്, ബുള്ളറ്റ് പ്രൂഫ് കോട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. മിലിറ്ററി ജാക്കറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ആൻഡ് ഹെൽമെറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് ലൈറ്റ്നസ്, അതിൻ്റെ കരുത്തും അതിൻ്റെ ഭാരക്കുറവും കൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കവർ ദ എഞ്ചിൻ കമ്പാർട്ട്മെന്റ് ഓഫ് ജെറ്റ് പ്ലെയിൻസ്, ജെറ്റ് വിമാനങ്ങളുടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റ് കവർ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. കെവലർ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്പേസ് സ്യൂട്ടുകൾ ഉണ്ടാക്കാനും കെവലർ ഉപയോഗിക്കുന്നു. സേഫ്റ്റി ഗ്ലോവുകൾക്ക്, ആൻഡ് ഫിഷിംഗ് റോഡ്സ്, അതുപോലെ മീൻപിടുത്ത റോഡുകൾക്കും. ടുഡേ വി ക്യാൻ ബൈ ടെന്നീസ് റാക്കറ്റ്സ്, ഇന്നിപ്പോൾ നമുക്ക് ടെന്നീസ് റാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. സ്കീസ് ആൻഡ് റണ്ണിങ് ഷൂസ് മേക്ക് ഓഫ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് കെവലർ, അതുപോലെ തന്നെ സ്കീ ഉപയോഗിക്കാൻ സാധിക്കും, റണ്ണിങ് ഷൂസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെ കെവലർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഫോർമുല 1 റേസിംഗ് കാർസ് നൗ മേക്ക് യൂസ് ഓഫ് കെവലേഴ്സ് ടഫ്നെസ് ആൻഡ് ലൈറ്റ്നസ്. ഫോർമുല 1 റേസിംഗ് കാറുകൾ ഇന്നിപ്പോൾ കെവലറിന്റെ ടഫ്നെസ്സും ലൈറ്റ്നസ്സും, ഈ 2 കാര്യങ്ങൾ നന്നായി പ്രയോജനപ്പെടുന്നവയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സലന്റ് പ്രൊട്ടക്ഷൻ ടു ദ ഡ്രൈവേഴ്സ് സർവൈവൽ സെൽ, ഡ്രൈവറുടെ സർവൈവൽ സെല്ലിന് ഒന്നാന്തരം സംരക്ഷണ കവചം അത് തീർക്കുന്നുണ്ട്. ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഓൺ മൗണ്ടൻ ടോപ്സ്, മലയുടെ മുകളിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. ആൻഡ് സീ ബോട്ടംസ്, അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിൽ ഉള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എല്ലാം ഈ ആർ കോട്ടഡ് വിത്ത് ഇറ്റ്, ഈ
കെവ്ലർ എന്ന മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് നൗ യൂസ്ഡ് ടു മേക്ക് കൺവെയർ ബെൽറ്റ്സ് ഇൻ മൈൻസ്. മൈനുകളിൽ കൺവെയർ ബെൽറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കാരണം ഭൂമിക്കടിയിലേക്ക് ഒരുപാട് ആഴത്തിൽ തുരന്ന തുരങ്കങ്ങളാണ് മൈനുകൾ. അവിടെ താഴേക്ക് പോകുമ്പോൾ വളരെ സുരക്ഷിതത്വമുള്ള ലിഫ്റ്റ് സംവിധാനം ഉണ്ടാക്കാനായിട്ട്, കൺവെയർ ബെൽറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നു. ഹോസസ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി, രാസ വ്യവസായശാലകളിലെ കുഴലുകൾ, ഹോസുകൾ, അതിലും ഈ കെവ്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. ആൻഡ് മൂറിംഗ് റോപ്സ് ഫോർ ഓയിൽ ടാങ്കേഴ്സ്, അതുപോലെ തന്നെ ഓയിൽ ടാങ്കറുകളിൽ എന്ന് പറയുന്ന ഷിപ്പുകളെ കെട്ടി ഇടുന്ന കയറായിട്ട് ഈ കെവ്ലർ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഗുണങ്ങളായിട്ട് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി നോക്കൂ. എന്താണ് ചോദ്യം? ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ആർ ദ മെയിൻ യൂസസ് ടു വിച്ച് കെവ്ലർ ക്യാൻ ബി പുട്ട്? ഏതൊക്കെ പ്രധാന ഉപയോഗങ്ങൾക്കാണ് കെവ്ലർ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുന്നത്? അപ്പോൾ കെവ്ലർ വളരെ സ്റ്റീലിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. ബുള്ളറ്റ് പ്രൂഫ് കോട്ടുകൾ ഉണ്ടാക്കാം, മിലിറ്ററി ജാക്കറ്റുകൾ, ഹെൽമെറ്റുകൾ ഉണ്ടാക്കാം. അതിൻ്റെ ലൈറ്റ്നെസ്സും ഒപ്പം തന്നെ കരുത്തും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഡഡ് അഡ്വാൻറ്റേജ്. കരുത്തുള്ള പല സാധനങ്ങൾക്കും ഭാരം കൂടുതലുണ്ടാവും, പക്ഷേ കെവ്ലറിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, ലൈറ്റ്നെസ്സും ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ജെറ്റ് പ്ലെയിനുകളുടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റുകളെ കവർ ചെയ്യാൻ പോലും ഇത് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. രണ്ടാമത്തെ ബി, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് കെവ്ലർ? കെവ്ലറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? കെവ്ലർ ഇസ് എ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്കവർഡ് ഇൻ 1965. 1965 കണ്ടെത്തിയ ഒരു തരം പ്ലാസ്റ്റിക് ആണ് കെവ്ലർ. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ. സ്റ്റീലിനേക്കാൾ, അതായത് ഉരുക്കിനേക്കാൾ കരുത്തുള്ളതാണ്. ക്യാൻ റെസിസ്റ്റ് എ ബുള്ളറ്റ് ഓർ ആൻ എക്സ്പ്ലോഷൻ. ഒരു വെടിയുണ്ടയെ തകർക്കാം, മീൻസ് പ്രതിരോധിക്കാം. അതുപോലെ തന്നെ ഒരു സ്ഫോടനത്തെ ചെറുക്കാം. ഇറ്റ് ഈസ് ഫയർ റെസിസ്റ്റൻറ്റ്. അത് താപം അഥവാ തീയ് അതിനെ പ്രതിരോധിക്കുന്നതാണ്. ഫ്ലെക്സിബിൾ, അയവുള്ളതാണ്. ആൻഡ് ലൈറ്റ് വെയിറ്റ്, ഭാരക്കുറവുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്മ്യൂൺ ടു കെമിക്കൽ അറ്റാക്ക്. ഒരു രാസ ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് ഓർക്കണേ? മേജർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ താപത്തെ, അഗ്നിയെ പ്രതിരോധിക്കാം, ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഇതൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ്. കെമിക്കൽ അറ്റാക്കിനെയും ഇമ്മ്യൂൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സ്റ്റീലിനേക്കാൾ സ്ട്രോങ്ങർ ആണ്, ബുള്ളറ്റ് റെസിസ്റ്റൻ്റ് ആണ്, എക്സ്പ്ലോഷനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും, സ്ഫോടനത്തെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ മേജർ ഫീച്ചേഴ്സ്. മേജർ എന്ന് പറഞ്ഞാൽ സുപ്രധാനം. അൺലൈക്ക് മെനി പ്ലാസ്റ്റിക്സ്, മറ്റ് പ്ലാസ്റ്റിക്സിന് വ്യത്യസ്തമായിട്ട് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ബ്രിട്ടിൽ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ അത് ബ്രിട്ടിൽ ആവുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ലോങ് എക്സ്പോഷർ ടു വെതറിംഗ് ഓർ ടു ദ സീ. കടലിലെ വെതറിംഗ് അതിനോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാസവസ്തുക്കളോടോ ഉള്ള നീണ്ട സമയത്തെ തുറന്ന അവസ്ഥ, എക്സ്പോഷർ, സമ്പർക്കം, അതൊരിക്കലും അതിനെ ബാധിക്കുന്നില്ല. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആഫ്റ്റർ ബീയിങ് ഇമേഴ്സ്ഡ് ഇൻ ബോയിലിംഗ് വാട്ടർ. തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച് ഫോർ 3 വർഷത്തേക്ക് വെച്ചാൽ പോലും അതിന് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് ഫ്ലെയിം റെസിസ്റ്റൻറ്റ്. തീനാളങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്, അതാണ് ഫ്ലെയിം റെസിസ്റ്റൻ്റ് ആണ്. സെൽഫ് എക്സ്റ്റിങ്ക്വിഷിങ് ആൻഡ് ഗീവ്സ് ഓഫ് ലിറ്റിൽ സ്മോക്ക്. വളരെ കുറച്ച് പുക മാത്രമാണ് അത് പുറത്തേക്ക് വിടുന്നുള്ളൂ. ഹൗ ഡസ് ലെഡ് പോയ്സണിങ് ഒക്കർ? ലെഡ് പോയ്സണിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലെഡ് പോയ്സണിങ് ഈസ് എ സീരിയസ് ത്രെറ്റ് ടു മാൻ ആൻഡ് has claimed thousands of lives over the centuries. ലെഡ് പോയ്സണിങ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ടാണ് മനുഷ്യന്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് നൂറ്റാണ്ടുകളായിട്ട്, തൗസൻഡ്സ് ഓഫ് ലൈവ്സ് നൂറ്റാണ്ടുകളായിട്ട് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു. സം ബിലീവ് ദാറ്റ്, ചില ആൾക്കാർ വിശ്വസിക്കുന്നു. ഈവൻ ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ, റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും പതനവും പോലും വാസ് ഡ്യൂ ടു ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ് കൊണ്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലെഡ് ഈസ് വെരി ഡേഞ്ചറസ് ടു അവർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് ലെഡ് വളരെ അപകടകരമാണ്. മോസ്റ്റ് ഓഫ് ദ ലെഡ് ഇൻ അവർ ഡയറ്റ് പാസസ് സ്ട്രെയിറ്റ് ത്രൂ അസ്. നമ്മുടെ ഡയറ്റിലുള്ള ലെഡ് മിക്കവാറും നമ്മുടെ നേരെ ശരീരത്തിലേക്ക് അടിക്കുന്നു. ബട്ട് ലിറ്റിൽ ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. വളരെ കുറച്ച് മാത്രമാണ് ബ്ലഡ് സ്ട്രീമിലേക്ക്, സംവിധാനത്തിലേക്ക്, പ്രവാഹത്തിലേക്ക് കടക്കുന്നുള്ളൂ. There it disables the enzymes that make hemoglobin in the blood. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ഒരു തരം എൻസൈമുകളാണ്. ആ എൻസൈമുകളുടെ പ്രവർത്തനത്തെ അത് ഡിസേബിൾ ആക്കും. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് സെവറൽ ടോക്സിക് ബോഡീസ് ആൻഡ് ആസിഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഒരുപാട് ടോക്സിക് ബോഡീസും ആസിഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദിസ് അൾട്ടിമേറ്റ്ലി പോയിസൺസ് അവർ ബോഡി. ഇത് ആത്യന്തികമായി നമ്മുടെ ശരീരത്തെ പോയിസൺ ചെയ്യുന്നു. ആൻഡ് അഫക്ട്സ് അവർ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നു. ദി എലിമെന്ററി കനാൽ ഈസ് പാരലൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കുഴല് അത് തളർന്നു പോകുന്നു. ദിസ് കോസസ് സ്റ്റൊമക് ക്രാംസ്. ഇത് വയറിൻ്റെ വേദനയ്ക്ക് കാരണമാകുന്നു. ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ മലബന്ധത്തിന് കാരണം. എക്സസ് ഫ്ലൂയിഡ് ഇൻ ദ ബ്രെയിൻ കോസസ് ഹെഡ് ഏക്സ്. ബ്രെയിനിൽ എക്സസ് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് തലവേദനയ്ക്ക് കാരണമാകുന്നു. ആൻഡ്
ലോസ് ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ ഉറക്കക്കുറവിന് കാരണമാകുന്നു. ദ റിപ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് അഫക്റ്റഡ്, പ്രത്യുൽപാദന സംവിധാനത്തെ ബാധിക്കുന്നു. ലീഡിങ് ടു മിസ്കാരേജ് ഓർ ഡിഫോംഡ് ബേബീസ്, ഒടുവിൽ ഇത് മിസ്കാരേജിന് കാരണമാകുന്നു, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് കാരണമാകുന്നു. അനീമിയ ഈസ് എ ലോങ് ടേം ഇഫക്റ്റ് ഓഫ് ലെഡ് പോയ്സണിങ്, അനീമിയയാണ് ലെഡ് പോയ്സണിങ്ങിന്റെ ദീർഘകാല ഫലം. മറ്റൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ അറ്റ്മോസ്ഫിയറിക് ലെഡ് പൊല്യൂഷൻ? അന്തരീക്ഷത്തിലെ ലെഡ് മലിനീകരണത്തെ കുറിച്ച് എന്തറിയാം? അറ്റ്മോസ്ഫിയറിക് ലെഡ് പൊല്യൂഷൻ became a serious environmental problem. അന്തരീക്ഷത്തിലെ ലെഡ് പോയിസണിങ് ഒരു ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇൻ ദ 20th century, 20ാം നൂറ്റാണ്ടിൽ ലെഡ് വാസ് ആഡഡ് ടു പെട്രോൾ ഫ്രം ദ ലേറ്റ് 1920s. 1920കളുടെ അവസാനത്തോടെ തന്നെ പെട്രോളിൽ ലെഡ് ആഡ് ചെയ്യാൻ തുടങ്ങിയത് ടു ബൂസ്റ്റ് ദ പെർഫോമൻസ് ഓഫ് കാർ എഞ്ചിൻസ്. അതായത് മോട്ടോർ വാഹനങ്ങളുടെ എഞ്ചിനുകളുടെ പെർഫോമൻസ് ഉയർത്തുക, പ്രകടനം നിലവാരം മെച്ചപ്പെടുത്തുക, ബൂസ്റ്റ് ചെയ്യുക, ഉയർത്തുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. പെട്രോളിൽ ലെഡ് ആഡ് ചെയ്തതിന്റെ ഉദ്ദേശം അതായിരുന്നു. പക്ഷേ 1960കളിൽ ബൈ 1960s ഓൾ കാർസ് വർ റണ്ണിങ് ഓൺ ലെഡഡ് പെട്രോൾ നാച്ചുറലി. അതായത് എല്ലാ കാറുകളും ഓടിയിരുന്നത് ലെഡ് ചേർത്ത പെട്രോൾ ഉപയോഗിച്ചിട്ടാണ്. നാച്ചുറലി, സ്വാഭാവികമായിട്ട് ദ ഫ്യൂംസ് പൊല്യൂട്ടഡ് ദ എയർ, ആ പുകപടലങ്ങൾ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തി. വിത്ത് ദ പോയിസണസ് ലെഡ് വിച്ച് അഫക്റ്റഡ് ഹ്യൂമൻ ഹെൽത്ത്, അതായത് ഈ മാരകമായ വിഷമായ ലെഡ് കൊണ്ട് അത് മനുഷ്യാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പരിസ്ഥിതിവാദികൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻവയോൺമെന്റലിസ്റ്റ് സേ ദാറ്റ്, പരിസ്ഥിതിവാദികൾ പറയുന്നതാണ് ലെഡ് പോയ്സണിങ് ഫ്രം ട്രാഫിക് ഫ്യൂംസ് ലീഡ് ടു ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആൻഡ്, അതായത് ട്രാഫിക് വാഹനങ്ങളുടെ ഗതാഗതത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പുകപടലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ലെഡ് പോയ്സണിങ് അത് പട്ടണങ്ങളിലെ കുട്ടികളിലെ ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാക്കുന്നുണ്ട്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതായത് പഠന വൈകല്യങ്ങളും അതുപോലെ തന്നെ ക്രിമിനൽ പെരുമാറ്റങ്ങളും കാണിക്കുന്നതിന് കാരണമാകുന്നു. ഇൻ ദ 1970s അറ്റ്മോസ്ഫിയറിക് ലെവൽസ് ഓഫ് ലെഡ് ഷോട്ട് അപ്പ്. 1970 അറ്റ്മോസ്ഫിയറിലെ ലെഡിന്റെ ലെവല് കുതിച്ചുയർന്നു. ആൻഡ് റീച്ച് ഡേഞ്ചർ സൈറ്റ്സ്, അത് അപകടകരമായ രീതിയിൽ ഉയർന്നു എന്ന് വേണം പറയാൻ. ലെവൽസ് ആർ നൗ ഫാളിങ്, പക്ഷേ ഇപ്പോൾ അത് താഴ്ന്നു വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പെട്രോൾ. പെട്രോളിന്റെ ഫോർമുലേഷനിൽ ഇപ്പോൾ നമ്മൾ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ലെഡ് ചേർക്കാത്ത പെട്രോളാണ് വിൽക്കാൻ പാടുള്ളൂ എന്ന് നിയമം ഉണ്ടായി. മോസ്റ്റ് ഓഫ് ദ പെട്രോൾ നൗ സോൾഡ് ഈസ് അൺലെഡഡ്. ബഹുഭൂരിപക്ഷം പെട്രോളും ഇന്ന് വിൽക്കുന്നതെല്ലാം ലെഡ് ചേർക്കാത്തവയാണ്. താങ്ക്സ് ടു ദ ന്യൂ അവയർനെസ്, പുതിയ അവബോധത്തിന് നന്ദി. ഇനി അടുത്തത് എസ്സേ ഭാഗമാണ്. ആൻസർ ഇൻ അബൌട്ട് 200 words. ഹൗ ഡു കെവ്ലർ ആൻഡ് ലെഡ് ഡിഫർ ഇൻ ദർ ജനറൽ പ്രോപ്പർട്ടീസ്? കെവ്ലറും ലെഡും എങ്ങനെയാണ് അവയുടെ പൊതു സവിശേഷതകൾ വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം വരുന്നത്. കെവ്ലറും ലെഡും അവയുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ് എങ്ങനെ? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് ദാറ്റ് ഗുഡ് ആൻഡ് ബാഡ് എലമെന്റ്സ് ഈസ് എ ലെസൺ ഓൺ ദ ഡേഞ്ചേഴ്സ് ഓഫ് മോഡേൺ ഡേ ലിവിംഗ്? ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിന്റെ അപകടങ്ങളെ കാണിക്കുന്നതാണ് ഗുഡ് ആൻഡ് ബാഡ് എലമെന്റ്സ് എന്ന പാഠം. നിങ്ങൾ ഇങ്ങനെ കരുതുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഓക്കെ, ഇനി കെവ്ലർ ആൻഡ് ലെഡ് ആർ ടു കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ്. രണ്ട് വ്യത്യസ്ത സവിശേഷതകളുള്ള രണ്ട് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കെവ്ലറും ലെഡും. ഇത് എസ്സേ ആണ്. അപ്പോൾ എസ്സേ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഇതല്ല പറയേണ്ടത്, ഓഥറെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഇവിടെ ജോൺ എംസ്ലിയുടെ ലേഖനമാണ് എന്നുള്ള രീതിയിൽ പറയണം. അതിനുശേഷമാണ് ഇത് തുടർന്ന് പറയേണ്ടത്. കെവ്ലർ ആൻഡ് ലെഡ് ആർ ടു കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ്. കെവ്ലർ ഈസ് ബെനിഫിഷ്യൽ വൈൽ ലെഡ് ഈസ് ഡേഞ്ചർ. അതേസമയം കെവ്ലർ കൊണ്ട് ഗുണമുണ്ട്, എന്നാൽ ലെഡ് കൊണ്ട് ദോഷമുണ്ട്. ജോൺ എംസ്ലെ എക്സാമിൻസ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദ യൂസസ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ്. ഈ പദാർത്ഥങ്ങളുടെ ഗുണവിശേഷങ്ങളെ കുറിച്ച് പരിശോധന നടത്തുകയാണ് നമ്മുടെ ലേഖകൻ അഥവാ നമ്മുടെ എഴുത്തുകാരൻ ജോൺ എംസ്ലെ. ഇനി ആൻഡ് ഷോസ് ഹൗ ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ. ഓരോന്നിനും എന്താണ് വ്യത്യാസമെന്ന് കാണിച്ചു തരികയും കൂടി ചെയ്യുന്നുണ്ട്. കെവ്ലർ വാസ് ഡിസ്കവേർഡ് ഓൺലി ഇൻ 1965. 1965 മാത്രമാണ് കെവ്ലർ കണ്ടുപിടിച്ചത്. വെറാസ് അതേസമയം ലെഡ് വാസ് ഇൻ യൂസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ക്രിസ്ത്യൻ എറ. ക്രിസ്ത്യൻ എറയുടെ തുടക്കത്തിൽ തന്നെ ലെഡ് ഉപയോഗത്തിലിരുന്നു എന്നാണ് പറയുക. കെവ്ലർ ഈസ് എ കൈൻഡ് ഓഫ് ബൂസ്റ്റ് ഇൻക്രീസർ ഓർ പ്ലാസ്റ്റിക് ദാറ്റ് ഈസ് 5 times stronger than സ്റ്റീൽ. പ്ലാസ്റ്റിക്കിന്റെ 5 ഇരട്ടി, സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി ബലമുള്ള ഒരു പദാർത്ഥമാണ് തന്നെയാണ് കെവ്ലർ എന്ന് പറയാം. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് ബുള്ളറ്റ്സ് ആൻഡ് വിത്ത്സ്റ്റാൻഡ് ആൻ എക്സ്പ്ലോഷൻ. ബുള്ളറ്റുകളെ പ്രതിരോധിക്കാനും ഒരു സ്ഫോടനത്തെ പോലും ചെറുക്കാനും അവയ്ക്ക് കഴിയും. തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത പാർട്ടിൽ